പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പ്ലാസ്മോലൈസിസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് ആയിരുന്നു. അതുവഴി നമ്മൾ ഇൻസിപ്പിയൻ പ്ലാസ്മോലൈസിസ്, ടർജിഡിറ്റി, അതേപോലെ തന്നെ ഫ്ലാസിഡിറ്റി, അങ്ങനെ പലതരത്തിലുള്ള ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്ലാന്റിന് ജലം ലഭിക്കുന്നത്. ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നമുക്കറിയാം, വാട്ടർ എന്ന് പറയുന്നത് തന്നെ വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ്. വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്, സർവ്വവ്യാപിയാണ്. സർവ്വതിലും വെള്ളം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ജലം ലഭിച്ചാൽ മാത്രമേ ചെടികൾക്ക് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയും. എങ്ങനെയാണ് ചെടികൾക്ക് ഈ പറയുന്ന ജലം ലഭിക്കുന്നത്? പ്രധാനമായിട്ടും മണ്ണിൽ നിന്നാണ് ചെടികൾക്ക് ജലം ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിലുള്ള വെള്ളത്തിനെ റൂട്ടുകൾ വഴി, വേരുകൾ വഴി ചെടികൾ വലിച്ചെടുക്കുന്നു. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ഇവിടെ ഞാൻ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെടിയുടെ റൂട്ട് ഹെയർ ഉണ്ട്, അതിന് വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ട്. റൂട്ട് കഴിഞ്ഞിട്ടുള്ള റൂട്ട് ഹെയർ വഴി വെള്ളം വലിച്ചെടുത്ത്